ആര്യൻ്റെ സീക്രട്ട് ടാസ്കിൻ്റെ ഭാഗമായിട്ട് സാബുമോനെ ബാത്റൂമിൽ കൊണ്ട് ഒളിപ്പിച്ചിരുന്നു. അനുമോൾ ബാത്റൂമിൻ്റെ വാതിൽ വന്നിട്ട് തട്ടിയും വിളിക്കുകയാണ്. ആരാണ് ബാത്റൂമിൽ, ഇതിനകത്ത് ആളുണ്ടോ, ഹലോ എന്നൊക്കെ വിളിക്കുന്നത്. അനുമോൾക്ക് എന്നിട്ട് ഒരു ഡൗട്ട്. അപ്പോൾ അനുമോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് മിണ്ടാതെ മാറി നിന്ന്. എന്നിട്ട് അപ്പോഴത്തേക്ക് ആദിലയോട് പറയുന്നു, എനിക്കെന്തോ തോന്നിയതാണെന്ന് അറിയത്തില്ല, ഇതിനകത്തൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുമെന്ന് പറയുന്നു. അപ്പോൾ ആദില അനുമോളോട് പറയാം, ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട്. അനുമോൾ ഉറപ്പിച്ച് ആ ബാത്റൂമിനകത്തൊരാളുണ്ടെന്ന്. അനുമോൾ വീണ്ടും വിളിക്കുക. എന്നിട്ട് അനുമോൾ തന്നെ ചോദിക്കുക, മലയാളിയാണോ തമിഴാണോ, നിങ്ങളെ ഞാൻ കണ്ട്, നിങ്ങൾ പറയേ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോഴത്തേക്ക് ഷാനവാസ് വരുന്നു. ഷാനവാസും വിളിക്കുന്നുണ്ട്. ഷാനവാസിനോട് പറയുന്നത്. അപ്പം നൂറ ഇരുന്നുകൊണ്ട് പറയുകയാണ്, എന്തോ ബിഗ് ബോസ് ഇങ്ങനെ നമ്മളെയൊക്കെ വിളിച്ച് മോട്ടിവേഷൻ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് അവർക്കൊക്കെ നമ്മളറിയാതെ ടാസ്ക് കൊടുത്തോ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് നൂറ. അപ്പോൾ ഷാനവാസും അനുമോളും കൂടെ വിളിക്കുകയാണ്. അപ്പോൾ അനുമോൾക്ക് എന്താണെന്നറിയില്ല, കറക്റ്റായിട്ട് അനുമോൾക്ക് കിട്ടുന്നത്. അനുമോൾ, അണ്ണാ നിങ്ങൾ വാ അണ്ണാ, ഞാൻ കണ്ടുപിടിച്ചെണ്ണ, നിങ്ങൾ ഇറങ്ങി വന്നിടണമെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് വിളിക്കുകയാണ്. ശരി, സാബുവിനോട് അക്ബർ പറഞ്ഞ കോഡും അത് തന്നെ ആയിരുന്നു. അണ്ണ വെളിയിൽ വാങ്ങാന്ന് കൂപ്പിട്ടാൽ കതവ് തുറക്കണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അത് എങ്ങനെ അനുമോൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. അനുമോൾ പറയുന്നത്, വാ അണ്ണാ കതവ് തുറക്കണ്ണ, കണ്ടുപിടിച്ചെണ്ണാന്ന് പറയുന്നത്. അണ്ണാ അണ്ണൻ്റെ മുഖം കാണാൻ കൊതിയാവുന്നണ്ണ, തുറക്കണ്ണ, കണ്ടുപിടിച്ചിട്ടണ്ണ, അണ്ണാ നിങ്ങൾ ആരായാലും ഇറങ്ങി വേണമെന്ന് പറയുന്നത്. ഞാൻ ഇங்கே வந்து നിൽക്കുന്നത് ശരിയില്ലാന്ന് തെരിയണ്ണ, ഇരുന്നാലും ഉங்கள் മൂഞ്ചി പാക്കണണ്ണ, വാണ്ണ കതവ് തുറക്കണ്ണ. അണ്ണാ നിങ്ങൾക്ക് മുന്നേ ഉള്ള സീസണുകളിൽ ആരെങ്കിലും ആണോ അണ്ണാ, ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ആണോ? അപ്പോൾ അകത്ത് നിന്ന് സാബു പറയുന്നത്, നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്ന ഒരാളെന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് അനുമോൾ ആ സൗണ്ട് കേട്ട ഉടനെ കണ്ടുപിടിച്ച്, ഇത് സാബു അണ്ണാണ്, ഉറപ്പാണ്. സാബു അണ്ണാ എനിക്ക് മനസ്സിലായണ്ണ, കഥ തുറക്കണ്ണ അണ്ണാ, ഞാൻ നിങ്ങളുടെ ഫാനാണ് എന്നൊക്കെ അനുമോൾ പറയുന്നത്. അത് സാബു സംസാരിച്ചത് തമിഴിലാണ്. എന്നിട്ട് ആ ഒരൊറ്റ വാക്കിൽ അനുമോൾ ആളെ കണ്ടുപിടിച്ചെന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷേ ബാത്റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ആര്യനും ടീമും ഇരുന്ന് ബിരിയാണി കഴിക്കുകയാണ്. ഇവരിതൊന്നും അറിയത്തില്ല. അവിടെ ആളെ പിടിച്ചു കഴിഞ്ഞ് അപ്പോഴത്തേക്ക് സാബു ഇറങ്ങി വരുന്ന അനു, അയ്യോ അണ്ണാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അണ്ണനെ അറിയാണ, ഞാൻ നിങ്ങളുടെ ഫാനാണെന്ന് പറഞ്ഞിട്ട് അണ്ണൻ്റെ സൗണ്ട് എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അനു കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. സാബു അനുമോളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നു. പ്രത്യേകിച്ച് അനുമോൾക്ക് ഭയങ്കര സന്തോഷമായി സാബു ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് ആ ബിരിയാണി കഴിച്ച ടീമുകളെല്ലാം വരുന്നു. അവരെല്ലാം വന്നപ്പം സാബു ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ഇവിടെ പൂട്ടിയിട്ടിട്ട് ഇവരെ മാറ്റണ്ടായിരുന്നോടാ എന്ന് ആര്യനോട് ചോദിക്കുക. സോറി എണ്ണാന്ന് പറയുന്നു. ഞാൻ കുറേ സഹിച്ച് അവിടെ ഇരുന്ന്, പക്ഷെ പിന്നെ നിങ്ങളെ കാണണ്ടേ, നിങ്ങൾ ബിരിയാണിക്കകത്ത് പോയെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു സാബു. പിന്നെ അനീഷിനോടും സംസാരിക്കുന്നുണ്ട്. അനീഷിനോട് പറയുന്നത്, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലല്ലോ. അനീഷ് പറയുന്നത്, എനിക്കറിയാം സീസൺ 1 വിജയല്ലേ എന്ന് പറയുന്നു. അങ്ങനെ സാബു മോനും ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതമെന്ന് ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം.